So hello everyone and welcome back to yet another video from Let's DIY. So ഇന്നത്തെ സംഭവം എന്ന് പറയുന്നത് എന്താ ടൈറ്റിൽ വായിച്ച് നോക്കി കാണുമല്ലോ, വിൻഡോസ് 11 എന്ന് പറയുന്ന പുതിയ വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം റിലീസായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TPM മോഡ്യൂൾ, അതായത് ട്രസ്റ്റഡ് പ്ലാറ്റ്ഫോം മോഡ്യൂൾ വെർഷൻ 2.0, അതായത് ഹാർഡ്വെയർ സെക്യൂരിറ്റി ഫീച്ചറാണ് ഉള്ള ലാപ്ടോപ്പുകളിലും മദർ ബോർഡ്, അതായത് ഡെസ്ക്ടോപ്പ് PCസിലും മാത്രമേ വിൻഡോസ് 11 ആക്ച്വലി ഇൻസ്റ്റാൾ ആവത്തുള്ളൂ. അതായത് ഇൻസ്റ്റാളേഷൻ പ്രോസസ്സിനിടയ്ക്ക് അത് ചെക്ക് ചെയ്യും, TPM 2.0 ഡിവൈസസ് പ്രസൻ്റ് ആണോ എങ്കിൽ മാത്രമേ ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ ഫ്രണ്ടിലോട്ട് മൂവ് ആകത്തുള്ളൂ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വിൻഡോസ് 11 ഏതൊരു സിസ്റ്റത്തിലും, അതായത് 4GB റാമും 1.1 GHz പ്രോസസ്സറുള്ള ഏതൊരു സിസ്റ്റത്തിലും വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. TPM ചെക്ക് എങ്ങനെ ബൈപ്പാസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ അതിൽ ചെക്ക് ചെയ്യാതെ ഇൻസ്റ്റാളേഷൻ ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതിനായിട്ട് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ISO ഫയൽ വേണം. അത് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഇങ്ങനെ ഒരു സംഭവം സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ISO ഫയൽ കയ്യിൽ കാണും. ISO ഫയലുണ്ട്, ഫോർവേഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല, അതായിരിക്കും സംഭവം. ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനകത്ത് ഞാൻ ഒരു ഫയൽ ലിങ്ക് ചെയ്തിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചേക്കാം. ബാക്കിയുള്ളത് വീഡിയോ കണ്ടിട്ട് നോക്കാം. ഈ വീഡിയോയ്ക്ക് ഞാൻ ഫുള്ള് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. സംഭവം ഓൾറെഡി വിൻഡോസ് 10 ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നൊരു സിസ്റ്റത്തിനകത്ത് മാത്രമേ നമുക്കിത് ഫോർവേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഇതൊരു വിൻഡോസ് 10 PC ആണ്. ആദ്യം കണ്ട കണക്ക് വിൻഡോസ് 11 അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നത് നോക്കിയാൽ മനസ്സിലാവും. ഇത് ഒരു വിൻഡോസ് 10 സിസ്റ്റമാണ്. ആദ്യം നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് വിൻഡോസ് 11 ISO ആണ്. ISO ഫയൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു ഓൾഡർ വെർഷൻ ഓഫ് ISO ആണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം സിസ്റ്റം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. പിന്നെ ഈ pass.zip ഈ ഫയൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കാണും, ഗൂഗിൾ ഡ്രൈവിൻ്റെ ലിങ്ക് കാണും, അത് ഡൗൺലോഡ് ചെയ്താൽ മതി. ഇത് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം എക്സ്ട്രാക്ട് ചെയ്യണം. എവിടെയെങ്കിലും എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ 2 ഫയൽ കിട്ടും. ആ 2 ഫയലും കൂടെ കോപ്പി ചെയ്തതിന് ശേഷം റൂഫസ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ബൂട്ടബിൾ USB ക്രിയേറ്ററാണ്, മിക്കവർക്കും അറിയായിരിക്കും. റൂഫസിനകത്ത് ഇമേജ് സെലക്ട് ചെയ്ത് ഒരു പെൻ ഡ്രൈവിലേക്ക് ബേൺ ചെയ്യുക. 8GB മിനിമം ഉള്ളൊരു പെൻ ഡ്രൈവ് ആണെന്നുണ്ടെങ്കിൽ ആ റൂഫസ് സെലക്ട് ചെയ്ത് ബേൺ ചെയ്യാൻ പറ്റും. റൂഫസ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഗൂഗിളെടുത്ത് റൂഫസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന ലിങ്ക് റൂഫസിൻ്റെ ആയിരിക്കും. റൂഫസിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ലേറ്റസ്റ്റ് വെർഷൻ ഡൗൺലോഡ് ചെയ്യുക. ക്ലോസ് ഞെക്കുമ്പോഴത്തേക്ക് ഡൗൺലോഡ് ആവും. ഇത് നമുക്കൊരു ആഡ് വരും. ആഡ് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്ക് ഡൗൺലോഡ് ലിങ്ക് വരും. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തേക്കുന്നുണ്ട്, സേവ് ചെയ്യുന്നില്ല. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം റൂഫസ് ഓപ്പൺ ആക്കി ISO ഇമേജ് ക്രിയേറ്റ് ചെയ്യുക. ഇത് ചെയ്യാതെയും ചെയ്യാൻ പറ്റും. ഈ ISO ഫയലിനകത്ത് കിടക്കുന്ന ഫയലെല്ലാം കൂടെ വേറെ ഏതെങ്കിലും ഒരു ഫോൾഡറിലോട്ട് കോപ്പി ചെയ്ത് മാറ്റിയാലും ഇതേ കാര്യം തന്നെ നമുക്ക് ആക്ച്വലി ചെയ്യാൻ പറ്റും. പെൻ ഡ്രൈവ് ആകുമ്പോഴത്തേക്ക് ഇൻസ്റ്റാളേഷൻ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. നമ്മളെ ഡ്രൈവിൽ തോന്നെ ലോഡ് വരത്തില്ല. ഈ ISO ഇമേജ് റൈറ്റ് ചെയ്തതിന് ശേഷം ഈ pass.zip ഫോൾഡറിൽ കിടക്കുന്ന 2 ഫയലൂടെ കോപ്പി ചെയ്യണം. 2 ഫയലൂടെ കോപ്പി ചെയ്ത് ഒന്നീ ഈ വിൻഡോസിൻ്റെ ഫയൽസ് എല്ലാം കൂടെ കോപ്പി ചെയ്ത ഫോൾഡറിലേക്ക് പെൻ ഡ്രൈവിനകത്ത് സോഴ്സ് ഫോൾഡറിനകത്ത് പേസ്റ്റ് ചെയ്യുക. റീപ്ലേസ് ഫയലിൻ്റെ ഡെസ്റ്റിനേഷൻ കൊടുത്ത് ഫുള്ള് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ച്വലി TPM ബൈപ്പാസ്സായി. ഇത് ബൂട്ട് ചെയ്യാൻ പറ്റത്തില്ല, മീൻസ് സാധാ നമ്മുടെ പെൻ ഡ്രൈവ് ചൂസ് ചെയ്ത് വിൻഡോസ് ഫ്രഷ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. വിൻഡോസ് 10 നിന്ന് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇത് വളരെ പഴക്കം ചെന്ന ഒരു സിസ്റ്റമാണ്, വലിയ പെർഫോമൻസ് ഒന്നുമില്ല. ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനകത്ത് setup.exe ഫയൽ ഓപ്പൺ ചെയ്യുക. അപ്പോഴത്തേക്ക് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ പ്രൊസീജിയർ സ്റ്റാർട്ടാവും. ഇത് ഒരുപാട് നേരം എടുക്കും. ഒരു പഴയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1.5-2 മണിക്കൂർ, 2.5 മണിക്കൂറോളം ഇൻസ്റ്റാളേഷൻ എടുക്കും. അപ്ഡേറ്റ് ചെക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാളേഷൻ ഫോർവേഡ് ആവും. എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം.
അപ്ഡേറ്റ് ചെയ്യുകയും എല്ലാം കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നോക്കാം. ഇതെനിക്ക് സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാം, പക്ഷേ ഞാൻ ഫോൺ വെച്ചാണ് ആക്ച്വലി വീഡിയോ എടുക്കുന്നത്. സ്ക്രീൻ റെക്കോർഡിങ് ചെയ്യാനുള്ള അത്ര പെർഫോമൻസ് പോലും ഈ സിസ്റ്റത്തിന് അത്ര ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഫോൺ വെച്ച് റെക്കോർഡ് ചെയ്യുന്നത്. അതായത് അത്രയ്ക്കും ലോ എൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏത് സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഓൾറെഡി വിൻഡോസ് 10 നിന്ന് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ വെച്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അപ്ഗ്രേഡ് ചെയ്യാം. പക്ഷേ ഓപ്ഷൻസിനകത്ത് ഫ്രഷ് ഇൻസ്റ്റാൾ ഓപ്ഷൻ ഉണ്ട്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ളി ഫോർമാറ്റ് ചെയ്ത് ഫ്രഷ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്ത് കിട്ടും. എനിക്കെന്ന് പറയുന്നത് സിസ്റ്റത്തിൽ കിടക്കുന്ന ഫയൽസൊക്കെ ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാനത് കീപ് ദ ഫയൽസ് ഓപ്ഷൻസ് എല്ലാം കൊടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്തത്. ഈ ഇൻസ്റ്റാളേഷൻ ഓപ്ഷൻസ് 100% കഴിയുമ്പോൾ സിസ്റ്റം വീണ്ടും റീസ്റ്റാർട്ട് ആവും. ഇതൊക്കെ ഒരുപാട് സമയമെടുക്കും ഇൻസ്റ്റാൾ ആവാനായിട്ട് പഴയ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ. സിസ്റ്റം റീബൂട്ടായി. ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. സിസ്റ്റം റീബൂട്ടായി ഒരുപാട് സമയമെടുക്കും. 1.5-2 മണിക്കൂറോളം ഈ വീഡിയോ നീട്ടിക്കൊണ്ടു പോകാൻ ബോറല്ലേ. സിസ്റ്റം റീഇൻസ്റ്റാൾ ആകുന്നുണ്ട്. ആക്ച്വലി ഇതിനകത്ത് വിൻഡോസ് 11 ഇൻസ്റ്റാളായി വരുന്ന സ്ക്രീനെന്ന് പറയുന്നത് ഇതൊക്കെ അപ്ഡേഷനൊക്കെ കഴിഞ്ഞ് എല്ലാ അപ്ഡേറ്റും കഴിഞ്ഞ് ലോഗിൻ ആകുമ്പോഴത്തേക്ക് ആക്ച്വലി വിൻഡോസ് 10 കണക്കത്തെ അതൊരു പ്രീ ബിൽഡ് ഞാൻ യൂസ് ചെയ്ത ISO ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വെർഷനാണ്. അത് ഏകദേശം വിൻഡോസ് 10 കണക്കൊക്കെ തന്നെ ഇരിക്കും. പ്രോപ്പർ വിൻഡോസ് 11 കിട്ടണമെന്നുണ്ടെങ്കിൽ ആ അപ്ഡേറ്റ് ക്യുമുലേറ്റീവ് അപ്ഡേറ്റ് ആണ് ആ സാധനം. അത് അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വിൻഡോസ് അപ്ഡേറ്റ് വെച്ച് ഫുള്ള് ഒന്നുകൂടെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ വിൻഡോസ് 11 ഫുള്ള് കിട്ടും. ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന സ്ക്രീൻ എന്ന് പറയുന്നത് ഈ ISO ഫയൽ ഇൻസ്റ്റാൾ ചെയ്ത് ഈ രീതിക്ക് ചെയ്തതിന് ശേഷം വിൻഡോസ് ഒന്നുകൂടെ ഡയറക്റ്റ് അപ്ഡേഷൻ ചെയ്യുമ്പോഴാണ് പ്രോപ്പർ വിൻഡോസ് 11 എനിക്ക് കിട്ടുന്നത്. കാരണം എൻ്റെ ISO ഫയൽ എന്ന് പറയുന്നത് പഴക്കം ചെന്ന ISO ഫയലാണ്. വിൻഡോസ് 11 ഫസ്റ്റ് ബീറ്റ അപ്ഡേറ്റ് ആണ് ആ സാധനം. അപ്ഡേഷൻ പ്രോസസ്സൊക്കെ ഒരുപാട് സമയമെടുക്കും. 100% അപ്ഡേഷൻ കഴിഞ്ഞ് സിസ്റ്റം ഒരുപാട് തവണ റീസ്റ്റാർട്ട് ആവും ഇതിൻ്റെ ഇടയിൽ. ഇനിഷ്യലി സ്റ്റാർട്ട് ആകുമ്പോഴത്തേക്ക് ഒരുപാട് സമയമെടുക്കും. നമ്മൾ സ്റ്റാൻഡേർഡായിട്ട് നോർമലി യൂസ് ചെയ്യുന്ന ഒരു വിൻഡോസ് 10 PC-ക്കകത്താണെന്നുണ്ടെങ്കിൽ വലിയ പെർഫോമൻസ് ഇഷ്യൂസ് ഒന്നും വരത്തില്ല. നമ്മൾ വിൻഡോസ് 7 ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു 4GB റാമൊക്കെ ഉള്ളൊരു സിസ്റ്റത്തിനാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ലേശം ലാഗ് ഫീൽ ചെയ്യും. എൻ്റെ ഈ സിസ്റ്റം എന്ന് പറയുന്നത് ഞാൻ 3 മോണിറ്റർ കണക്ട് ചെയ്തേക്കുക. വലിയ ഗെയിമിംഗ് PC ഒന്നും അല്ല, വേറെ സിസ്റ്റം ഉണ്ട്. ഇതെന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് PC. ഇതാണ് വിൻഡോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് വരുന്ന ബൂട്ട് സ്ക്രീനാണിത്. ഇതെന്ന് പറയുന്നതാണ് വിൻഡോസ് 10. ഏകദേശം വിൻഡോസ് 10 കണക്ക് തന്നെ ഇരിക്കും. ഈ സിസ്റ്റത്തിൽ കയറിയതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യണം. വിൻഡോസ് അപ്ഡേറ്റ് ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പ്രോപ്പറായിട്ടുള്ള വിൻഡോസ് 11 കിട്ടും. അത് വിൻഡോസ് 11 തന്നെയാണ്. പക്ഷേ ലോക്ക് സ്ക്രീൻ കണ്ടോ, ലോക്ക് സ്ക്രീൻ ഏകദേശം വിൻഡോസ് 10 പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ പ്രോപ്പർ വിൻഡോസ് 11 ലോക്ക് സ്ക്രീനൊന്നും അങ്ങനെയൊന്നുമല്ല. അത് അവസാനം ഞാൻ കാണിച്ചു തരാം. ആ 2 ഫയല് സോഴ്സ് ഫോൾഡർ കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ TPM റിക്വയർമെൻറ്റ് ബൈപ്പാസ് ആവും. ഇപ്പോൾ ഞാൻ ഏകദേശം കണ്ടല്ലോ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനൊക്കെ പറ്റി. എൻ്റെ ഈ സിസ്റ്റത്തിനകത്ത് ആക്ച്വലി TPM മോഡ്യൂളിലും ഇല്ല, ഇൻസ്റ്റാൾ ആവത്തുമില്ല പ്രോപ്പറായിട്ടെന്നല്ല, ആക്ച്വലി ഇൻസ്റ്റാളേഷൻ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യാൻ ഒക്കത്തില്ല. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് വെയിറ്റ് ചെയ്യാം. വിൻഡോസ് ഇൻസ്റ്റാൾ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ പ്രൊസീജിയേഴ്സാണ്. ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതിപ്പോൾ ഏകദേശം ഒരു 12 മിനിറ്റ് വീഡിയോ ആയിട്ടാണ് കാണുന്നത്. ഞാനത് ഏകദേശം 2-2.5-3 മണിക്കൂറോളം. ഇതാ പ്രോപ്പർ വിൻഡോസ് 11 സ്ക്രീനാണ്. ദിസ് പ്രോപ്പർ അപ്ഡേഷൻ കഴിഞ്ഞ് വന്ന പ്രോപ്പർ വിൻഡോസ് 11 ആണ്. ഒരു സ്പെക്ക് കുറഞ്ഞൊരു സിസ്റ്റത്തിനകത്ത് വിൻഡോസ് 11 TPM പോലും ഇല്ലാതെ ഇൻസ്റ്റാൾ ചെയ്തു. ISO ഫയൽ മാത്രമാണ് നമുക്ക് ആവശ്യം. ISO ഫയൽ ഓൺലൈനിനകത്ത് ധാരാളം കിട്ടും. വിൻഡോസ് 11 ആക്ച്വലി മൈക്രോസോഫ്റ്റ് ഒഫീഷ്യലായിട്ട് ISO ഫയൽ റിലീസ് ചെയ്തിട്ടില്ല.
പ്രോപ്പർ വിൻഡോസ് 11. ഇതാണ് വിൻഡോസ് 11 എന്ന് പറയുന്നത്. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്തുണ്ടോ? ആർക്കും ഏത് സിസ്റ്റത്തിൽ വേണോ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ആകെ റിക്വയർമെൻറ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ TPM വെർഷൻ 2.0 അത് നമ്മൾ ബൈപ്പാസ് ചെയ്തു. പിന്നെ 1 GB റാം വേണം. 1 GB റാമല്ല, 1 GHz പ്രോസസ്സർ വേണം, 4 GB റാമും വേണം. അതാണ് വിൻഡോസ് 11ൻ്റെ സ്പെക്ക്. ഇപ്പോൾ കാണിച്ചു തരാം. കണ്ടോ, പ്രോപ്പർ വിൻഡോസ് 11 ആണെങ്കിൽ ഇങ്ങനെ റിഫ്രഷ് ചെയ്യാൻ പറ്റും. 2 ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആദ്യം ഒരു മെനുവാണ് വരുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ഓപ്ഷൻസിനകത്ത് എൻ്റെ തൊണ്ട ലേശം കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ട് ആ ചുമയൊക്കെ വരുന്നത്. പുതിയ സ്റ്റാർട്ട് മെനു കണ്ടോ. ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ഒരു മാക്കിൻ്റെ ലുക്കാണൊക്കെ സെൻട്രലാണ് ടാസ്ക് ബാർ ഇരിക്കുന്നത്. അത് നമുക്ക് എല്ലാം കൂടെ ലെഫ്റ്റിലേക്ക് ചേഞ്ച് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ എബൌട്ട് എടുത്ത് കാണിച്ചു തരാം. വിൻഡോസ് 11 പ്രോ ആണ്. ഞാൻ വിൻഡോസ് 10 പ്രൊഫഷണലായി യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് അപ്ഡേറ്റ് ആകുമ്പോൾ വിൻഡോസ് 11 പ്രൊഫഷണലായിട്ട് തന്നെ വരും. 13/7/2021 കണ്ടോ. ഫീച്ചർ എക്സ്പീരിയൻസ് പാക്ക് 6 GB റാമും i3 സെക്കൻഡ് ജനറേഷനും ഒക്കെ ഉള്ള ഒരു പഴയ സിസ്റ്റമാണത്. സോ ഇങ്ങനെയാണ് വിൻഡോസ് 11 ഏതൊരു സിസ്റ്റത്തിലും ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നത്. കണ്ടോ, വിൻഡോസ് 11 Pro 21H2 13/7/2021. So thanks for watching. Please consider subscribing to my channel.